പുഷപ്പ് 500 പുഷപ്പ്. ഹലോ ഗൈസ്, ഇയാളിത് കൊളാക്കും. A few minutes later. ഹലോ ഗൈസ്, താരൊന്ന് നിർത്തൂ, ഇതെന്താണ്? 3 days later. 3 weeks later. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇറ്റ്സ് മീ ആദിത്യ ചന്ദ്രൻ. അപ്പം ഇന്നത്തെ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെറസിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണം വൈകുന്നേരം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പോണായിട്ട് വരാം. എന്താ പറയാൻ വന്നത്? അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങാൻ വെച്ച സാധനമാണിത്. പ്ലാനിങ് ഒരാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നാണ് ഞാൻ മുഹൂർത്തം. അതെ, ഫൈനലി ആ ദിവസം വന്നെത്തി. ഇന്ന് മുതൽ ഈ ചെങ്ങായി ഇതെടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇതെടുത്തിട്ട് പോകാൻ പറ്റും. ഇതെന്ത് ഷെൽഫിലൊക്കെ മേടിച്ചാ? ഇത് മേടിച്ചിട്ട് ഉപയോഗിക്കില്ല. എപ്പോഴും ഷോക്കേസ് ഉണ്ടോ? ഷെൽഫിലല്ല, നിലത്താണ് വെക്കല്. ഇതെടുത്തിട്ട് നീ ഒരു ടെറസിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. കിടക്കാൻ കിടന്നിട്ടാണോ? ഇത്രയും സ്ഥലം ഉണ്ടായിട്ടുണ്ട്, അതൊന്നും പോരാ. വ്ളോഗ് തുടങ്ങിയ ഇങ്ങനെ ഭ്രാന്താവും. നാളെ തലയുടെ അടിയിൽ വെക്കും. അതിന്റെ വർക്കൗട്ട് ചെയ്ത സാധനം അടിയിൽ വെച്ചിട്ടുണ്ട്. ഈ ആരുടെ ദിലീപ. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കൗട്ടിന് പോവുകയാണ്. വിത്തൗട്ട് ഡംബിൾസ്. ഇപ്പൊ ഇത് ബ്ലോഗർ ഞാനോ ഇവനോ? ഇതെന്തിനാ? അതിന് പ്രസക്തിയില്ല. വെൽക്കം ബാക്ക് ടു വിഷ്ണു മോഹൻസ് വ്ലോഗ്സ്. അതെ, വെൽക്കം ബാക്ക് ടു വിഷ്ണു മോഹൻ വ്ലോഗ്സ്. അപ്പോ നമ്മൾ ചെങ്ങനോട് പറഞ്ഞതാണ് എനിക്ക് ടെറസിൽ വന്ന് വർക്കൗട്ട് ചെയ്യാൻ കയ്യെല്ലാം ആരുമില്ല. സന്തോഷം. ചെന്നൈ അടിപൊളി. വീഴല്ല. കഴുപ്പ് എന്നെല്ലാം പറഞ്ഞ കുത്തിക്കഴുപ്പ് വേറെ ലെവലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്താൽ പോരാ, പോലും ടെറസിൽ വന്ന് വർക്കൗട്ട് ചെയ്യണം. ടാങ്കിന്റെ മേലെ കയറി നിന്ന് വർക്കൗട്ട് ചെയ്യണം. അടിപൊളിയായിരിക്കും. അവിടെ ആ ടാങ്കിന്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ ഫുൾ വ്യൂ ആണ്. ചിലപ്പോൾ ഇവൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എപ്പോഴും എനിക്ക് ഓർമ്മയില്ല, എടുത്തിട്ടുണ്ട്. അതെ, എന്തെല്ലോ വീഡിയോ എടുക്കുന്ന കണ്ടിന് കയറിയാലും സ്റ്റെപ്പ് കയറി വന്നിട്ട് ഞാൻ കിടക്കാൻ തുടങ്ങി. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. എൻ്റെ വർക്കൗട്ടായി. ഇനി ഇവൻ്റെ വർക്കൗട്ട് ഇല്ലടോ. ഞാനും പുഷപ്പ് ഐ ക്യാൻ ഡു ഇറ്റ്. കിട്ടുന്നുണ്ട്. അപ്പം ഇന്നൊരു ചലഞ്ച് തുടങ്ങാൻ പോക്കാണ്. അതെന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇനി വരുന്ന വീഡിയോ സ്റ്റാർട്ടിങ് ഈ വീഡിയോ മുതൽ അപ്ലോഡ് ചെയ്യുന്ന വ്ളോഗിൽ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു അത്രയും പുഷപ്പ് ഡെയിലി എടുക്കും. അതാണ് ഇതിന് ചലഞ്ച്. അപ്പം നിങ്ങളിപ്പം 2 കമൻറ്റ് ചെയ്താൽ പറയാവുന്ന 2 കമൻറ്റ് 2 പുഷപ്പ്, 5 കമൻറ്റ് 5 പുഷപ്പ്, അങ്ങനെ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു അത്രയും പുഷപ്പ് എടുക്കും. കമൻറ്റ് ചെയ്തിട്ട് ഞാൻ പുഷപ്പ് എടുക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പുഷപ്പിലേക്ക് പോവുകയാണ്. എടി പോകുന്ന അങ്ങോട്ടാ പോകേണ്ടത്. നല്ല ഫ്രെയിം കിട്ടി. ഇതല്ലേ നമ്മുടെ സ്പോട്ട്. പക്ഷെ ഇത് ആരുടെയോ നമ്മുടെ കപ്പ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ട്, ഇന്നലെയല്ലേ മിഞ്ഞാന്നോ? ഇന്നലെയോ? ഇന്നലെ തന്നെ ചായ കുടിക്കാൻ വന്നപ്പോൾ എടുക്കല്ല, കാണിക്കട്ടെ, അതിൽ വെള്ളം ഉണ്ടല്ലേ. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ട് പെട്ടെന്നൊരു ഐഡിയ വന്നു, ടാങ്കിൻ്റെ മേലെ പോകാൻ. ടാങ്കിൻ്റെ മേലേക്ക് മെല്ലെ തന്നെ കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ ചായക്കപ്പ് ഇവിടെ വെച്ചിട്ട് പോയി. ഇവിടെ ഉണ്ട്. ഞാൻ ഇന്ന് ചായ വെക്കാൻ നോക്കുമ്പോൾ വിചാരിക്കലാണ് 2 കപ്പ് ഇവിടെ പോയി. ഞാൻ വെച്ച് ഇവ പൊട്ടിച്ച് കളഞ്ഞിട്ട് പറയാണ്ടിരിക്കുന്നതാണോ?
ഞാൻ ലിറ്ററലി അങ്ങനെ വിചാരിച്ചത് പൊട്ടിപ്പോയോ ഇനി ഞാൻ അറിഞ്ഞില്ലല്ലോ. പൊട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിയ സാധനങ്ങളും കാണേണ്ടതാണ്, അതും കാണുന്നില്ല. പക്ഷെ 2 കപ്പ് കാണുന്നില്ല. കുഴിച്ചിട്ടോന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കലായിരുന്നു എന്താ സംഭവിച്ചത്. പക്ഷെ ഇപ്പോഴാണ് മണ്ണുണ്ടോ അവിടെ നമ്മളടുത്ത് മണ്ണുണ്ട്. ഇറ്റ്സ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ബാംഗ്ലൂർ ഡസ് നോട്ട് ഹാവ് മണ്ണ്. ഓക്കെ ബാ ഇനിയിപ്പം അപ്പോൾ നമ്മൾ കപ്പ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ വർക്കൗട്ട് വേണം. ഒരാഴ്ചയായിട്ട് ഇങ്ങനെ നാളെ ഇന്ന് തുടങ്ങി നമ്മൾ ഇനി നിർത്തൂല. എല്ലാ ദിവസവും ഇനി നമ്മൾ വർക്കൗട്ട് ഉണ്ടാവും. ഓക്കെ, എല്ലാ ദിവസവും വ്ളോഗ് ഇടുന്നില്ല. പക്ഷേ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ വരുന്നത്. എല്ലാ ദിവസവും വർക്കൗട്ട് അവനാണ് പറഞ്ഞത്, ഞാനില്ല. ഉണ്ടാവുക വേറെ അത് ലാസ്റ്റ് പറയാല്ലേ. വേറൊരു സമയമുണ്ട്, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു. വീഡിയോ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് വലിയ വർക്കൗട്ടൊന്നുമില്ല. കുറച്ച് സ്ട്രെച്ച് ചെയ്യും, എന്നിട്ട് കുറച്ച് പുഷപ്പ് എടുക്കും, അത്രേ എടുത്തു. അതിന് ബിൽഡപ്പ് മൊത്തം. മിക്കവാറും ഇന്നത്തെ അപ്പാർട്ട്മെൻറ്റിൽ ഈ അപ്പാർട്ട്മെൻറ്റിൽ അവസാന ദിവസമാകാൻ എല്ലാവരും സാധ്യതയുണ്ട്. കാരണം ഇത് വേറെ ആരുടെയോ റൂമാണ്. ഇവിടെ കണ്ടിട്ടാണ് തുള്ളി കളിക്കുന്നത് രണ്ടാളും. അവർ താഴെ നിങ്ങൾ വെക്കുന്നുണ്ടാവും ഒച്ച. അപ്പോൾ നമ്മളുടെ വർക്കൗട്ട് കഴിഞ്ഞു. 20 പുഷപ്പിൽ ഞാൻ കഴിഞ്ഞു. മൈ ഗോഡ്. അപ്പോൾ ഇത് ചെയ്താൽ ഇവനും ഒരു വെറൈറ്റി ഐഡിയ വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പം ഇന്ന് ഒരു ചലഞ്ച് ആദ്യം പറഞ്ഞു, ഒരു കമൻ്റ് എടുത്ത് ചാലഞ്ച്. അതേപോലെ തന്നെ 5 മാസം, ഇന്നത്തെ ഇതേ മാസത്തിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്ടോബർ 20, ഇന്ന് 13 അപ്പോൾ ഒക്ടോബർ 13 ആകുമ്പോഴേക്ക് 500 പുഷപ്പ്. അതാണ് ചലഞ്ചിലുള്ളത്. ഓരോ ദിവസം എടുത്തുകൊണ്ടിരിക്കും. അപ്പം ഒക്ടോബർ 13 ആകുമ്പോൾ 500 പുഷപ്പായിരിക്കും ചാനലിൽ വരിക. അതേപോലെ നിങ്ങൾ ഡെയിലി കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ കമൻറ്റിനനുസരിച്ച് അതിനനുസരിച്ച് പുഷപ്പ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്യണമെന്ന് പറയാണ്ട് കമൻറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ കൊണ്ട് പുഷപ്പ് എടുപ്പിക്കണം. എടുക്കും, നോക്കാൻ ആളുണ്ട്. 500 പുഷപ്പ്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ 500 കമൻറ്റ് വന്ന രസമായിരിക്കുമല്ലോ. നാളെ 500 പുഷപ്പ് എടുക്കണം. എടുത്തിട്ടില്ല ഇടുന്ന അടിച്ച് പുറത്താക്കുന്നു. അങ്ങനെ കുറേ വന്നാല് ഒരു ദിവസം എടുത്ത് തീർക്കുന്ന ഒറ്റ സ്ട്രെച്ചിലാവില്ല. ഒരു ദിവസം ചെറിയ ചെറിയ ബ്രേക്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക്. അതെ, 10 മിനിറ്റ് ബ്രേക്കിലും ചെയ്ത് തീർക്കട്ടെ. 500 കമൻറ്റ്സ്. 500 കമൻറ്റ്. സബ്സ്ക്രൈബേഴ്സ് ഇല്ല, പിന്നെ 500 എല്ലാവരും 500 കമന്റ് എടുത്താൽ പ്ലീസ് നമുക്ക് ചെയ്യിക്കാം. അങ്ങനെയല്ല, ഓരോ കമന്റ് ഓരോ വിഷയം. 500 അല്ല, അതെന്നാ പറഞ്ഞേ. ഞാൻ വിളിച്ചു ഒരാൾ 500 എഴുതിയിട്ട് അങ്ങനെ എടുക്കൂല. അങ്ങനെയല്ല, എല്ലാവരോടും 500 കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഒരാൾക്ക് ഒരു കമന്റ് ഇടാൻ പാടുള്ളൂ, കള്ളപ്പേര് ഇടാൻ വോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, അത് തെറ്റാണ്. ഒരാൾക്ക് 500 എണ്ണം ചെയ്യാം, കുറ്റകരമാണ്. നിങ്ങളുടെ കയ്യിൽ 500 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 500 കമന്റ് ഇടൂ. കമാണ് പരിപാടി. അപ്പം നമ്മൾ വർക്കൗട്ടിൽ കഴിഞ്ഞ് പോയിട്ടൊരു സ്ട്രോങ് കട്ടൻ ചായ വെച്ച് ടെറസിൽ നിന്ന് കുടിക്കണം. ഇത് പ്രത്യേക ഒരു രസമാണ്, വൈകുന്നേരത്തെ മെയിൻ പരിപാടിയാണ്. നമുക്കിനി കട്ടൻ ഉണ്ടാക്കിയിട്ട് വരാം. ബൈ. 2 പേർക്ക് വേണ്ടി 2.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളെന്നിട്ട് ആദ്യം പഞ്ചസാര വെള്ളത്തിലിട്ട് പഞ്ചാര വെള്ളമാക്കുക. അതിനുശേഷം 2.5 സ്പൂൺ, 1 സ്പൂൺ, പക്ഷേ 1/2 സ്പൂൺ, 1/4 സ്പൂൺ ഉറപ്പിക്കണമല്ലോ. അപ്പോൾ 1/4 സ്പൂൺ ചായപ്പൊടി ഇടുക. ചായപ്പൊടിയല്ല, തേയിലപ്പൊടി. തേയിലല്ല, തേയിലയാണല്ലോ അല്ലേ. 1/4 സ്പൂൺ തേയില തിളച്ച വെള്ളത്തിലേക്ക് സമർപ്പിക്കുക. തിളച്ച് വരുന്ന നല്ല വയനാട് നിന്ന് കൊണ്ടുവന്ന തേയില. ഇവിടെ ഒരു 2 കിലോമീറ്റർ മാറിയ സൂപ്പർ മാർക്കറ്റ്.
അവിടെ നിന്ന് വാങ്ങിയ ചുമ്മാ കുഴിച്ചെടുക്കുന്നതാണ് ഇത്. പിന്നല്ലാണ്ട് ഇത് വയനാട് ഇവിടത്തെ കൊടൈക്കനാൽ ഞാൻ പറയുന്നു ഞാൻ നിഷേധിക്കുന്നു അത്. അവിടെ മാറി നിഷേധിച്ചു. ടെറസ് പോയി ചാടിക്കുക. വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ എണീച്ച് വർക്കൗട്ട് ചെയ്യും. എൻ്റെ ഇപ്പം ചിരിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം വ്ലോഗ് എടുത്ത് പറഞ്ഞ ഡയലോഗ് വെക്കണമല്ലോ. ഞാൻ ഇന്ന് തുടങ്ങി, ഇന്ന് നിർത്തൂല. ഞാൻ പറഞ്ഞ 500 പുഷപ്പിൻ്റെ ചലഞ്ചാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് 5 മാസം കൊണ്ട്. പിന്നെ നിങ്ങളെ കമൻറ്റും ചെയ്തു. ഇന്നത്തെ വ്ളോഗ് തീരുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ്. സൈനിങ് ഓഫ് അതിചന്ദ്രൻ. ബൈ ബൈ.